നമസ്കാരം. ഫിസിക്സ് സിംപ്ലിഫൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയമെൻഷൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പല ആളുകൾക്കും നല്ല ബുദ്ധിമുട്ടുള്ള കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകിച്ചും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ലോകത്തുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇവർക്കെല്ലാവർക്കും യൂണിറ്റ്സ് ഉണ്ട്, ഡയമെൻഷൻസും ഉണ്ട്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ തന്നെ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഫണ്ടമെന്റൽ, ഒന്ന് ഡിറൈവ്ഡ്. Something very beautiful to know is ഈ ലോകത്തുള്ള എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഫിസിക്സില് അല്ലെങ്കിൽ എല്ലാ ക്വാണ്ടിറ്റീസും 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പല ചേഞ്ചസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഈ ലോകത്തുള്ള ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിനെയും ഈ പറയുന്ന 7 ക്വാണ്ടിറ്റീസ് കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കുറച്ച് സാധനങ്ങളുണ്ട്, നമ്മൾ അടുത്തതിൽ പറയും. ഇത് വെച്ച് ഈ ലോകത്തുള്ള എല്ലാ മറ്റു ക്വാണ്ടിറ്റീസിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമുക്ക് ഡയമെൻഷൻസിന്റെ കൺസെപ്റ്റ് വരുന്നത്. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു നൊട്ടേഷനാണ്. നമ്മുടെ ഏതൊരു ഇപ്പം 10 ഞാൻ പറയാണ്, ഞാൻ തള്ളിയത് 10 ആണെന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല. പക്ഷേ 10 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ കുറിച്ച് പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാവും. അതുപോലെ 10 ജൂൾ വർക്ക് ഞാൻ ചെയ്യുന്നു പറഞ്ഞാൽ 10 വർക്ക് ഞാൻ ചെയ്യുന്നു പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ നമുക്ക് ഓരോ സാധനങ്ങളെ സംതിങ് ആയിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് യൂണിറ്റ്സ്. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാലോ ഈ ഫണ്ടമെന്റൽ തിങ്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്താണ് ഓരോ ക്വാണ്ടിറ്റിയും വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കൺസെപ്റ്റാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അവരുടെ ഡയമെൻഷനെയും പറ്റി പഠിക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ ഈ ഡയമെൻഷൻ ഉപയോഗിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. അതിന്റെ യൂണിറ്റ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ, അതിന്റെ ഡയമെൻഷനും നമുക്ക് എൽ എന്ന് ഞാൻ വിളിക്കും. എൽ. മാസിന്റെ അത് കിലോഗ്രാം, കിലോഗ്രാമിനെ ഞാൻ എം എന്ന് വിളിക്കും. സെക്കൻഡിനെ ടൈം എന്നുള്ളതിന് ഞാൻ ടി എന്ന് വിളിക്കും. ആംബിയർ കറണ്ട് നമുക്ക് ഐ എന്ന് വിളിക്കാറുണ്ട്, ചില ആളുകൾ എ എന്ന് വിളിക്കാറുണ്ട്. നമുക്കിവിടെ ഐ എന്ന് വിളിക്കും. ടെമ്പറേച്ചറിനെ തീറ്റ എന്നാണ് വിളിക്കുക. ഡയമെൻഷൻ, ഇതെല്ലാം ഡയമെൻഷൻസ് ആണ്. യൂണിറ്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡയമെൻഷൻസ് ആണ് ഞാൻ എഴുതുന്നത്. മോൾ, അതിനെ നമുക്ക് മോൾ എന്ന് തന്നെ വിളിക്കാം. അത് കെമിസ്ട്രിയാണ്, നമ്മൾ അധികം അതിനകത്ത് കോൺസെൻട്രേറ്റ്, ഇതും നമുക്ക് ഒഴിവാക്കിയേക്കാം. കാൻഡില വെച്ച് കൂടുതലായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാറില്ല. ഇത് കെമിസ്ട്രിയാണ്. നമുക്ക് പ്രധാനമായിട്ട് ഈ 5 ക്വാണ്ടിറ്റീസും പിന്നെ ഈ പറയുന്ന 2 എക്സ്ട്രാ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. ഇത് വെച്ച് നമുക്ക് ഫിസിക്സിലുള്ള എല്ലാ മറ്റു ക്വാണ്ടിറ്റീസിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവരുടെ ഡയമെൻഷനെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വാക്ക് വരുന്നതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് എന്താ പറയാ, ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, അങ്ങനെ പല ഡയമെൻഷൻസ് ചേരുന്നതാണ് ഈ ലോകം, ഒരു സ്പേസ് മുഴുവൻ ഉണ്ടാകുന്നത്. അതുപോലെ ഫിസിക്സിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന വെറും 7 ഡയമെൻഷൻസ് കൊണ്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അങ്ങനെ അല്ലാതെ പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ആ രീതിക്കാണ് ഈ സാധനം ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നോക്കാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്, വോളിയം ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം എന്താ, ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. ലൈക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്. ഓക്കെ, ഒരു എന്താ പറയാ, മനസ്സിലായല്ലോ സാധനം, അതാണ് സാധനം. അപ്പം അത് തന്നെയാണ് ലെങ്തും ബ്രെഡ്ത്തും. ഈ കേസിൽ ഇപ്പം ഒരു ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് ലെങ്തിന്റെ ഡയമെൻഷൻ ആണ്, ഇതും നമുക്ക് ലെങ്തിന്റെ ഡയമെൻഷൻ ആണ്. ഏരിയ, ഈ സാധനത്തിന്റെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ വോളിയം ആണെങ്കിലോ 3D ആവും. അപ്പം അത് വീണ്ടും ഒരു ലെങ്ത് ഡയമെൻഷനിലോട്ടാണ് പോകുന്നത്, ഹൈറ്റ് എന്ന് പറയുന്ന ഡയമെൻഷനിലോട്ട് പോകുന്നത്. അതായത് ഏരിയ എന്ന് പറയുന്ന ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ല് മാത്രമേ അതിനകത്തുള്ളൂ. എല്ല് എന്ന് പറയുന്ന ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ
എൽ ഇൻറ്റു എൽ ആയതുകൊണ്ട് എൽ സ്ക്വയർ എന്ന് നമുക്ക് വിളിക്കാം. ആ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ്. വെറും ലെങ്തിന്റെ ഡയമെൻഷൻ എൽ ആകുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത ക്വാണ്ടിറ്റി ആണ്. അതിനെ എൽ ഇൻറ്റു എൽ എന്ന് വിളിക്കാം. എൽ സ്ക്വയർ ആണ് അതിന്റെ ഡയമെൻഷൻ. ഓക്കെ, യൂണിറ്റ് ഇതാ മീറ്റർ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ എസ് ഐ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, സി ജി എസ് യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ ഒക്കെ ഉണ്ട്. സി ജി എസ് യൂണിറ്റ് പല ടൈപ്പ് യൂണിറ്റ് ഉണ്ട്. അത് പോട്ടെ, ഡയമെൻഷനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വോളിയം ആകുമ്പോഴത്തേക്ക് ലെങ്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ്, അതും എന്താ ലെങ്തിന്റെ ഡയമെൻഷൻ ഇൻറ്റു ലെങ്തിന്റെ ഡയമെൻഷൻ ഇൻറ്റു വീണ്ടും ലെങ്തിന്റെ ഡയമെൻഷൻ. സോ ഇത് എൽ ക്യൂബ് എന്ന് വിളിക്കും. ഇവിടെ ഉണ്ടോ എം റെസ്റ്റ് 0 എൽ ക്യൂബ് ടി എസ് 0 റെസ്റ്റ് 0 ചെയ്താൽ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ക്വാണ്ടിറ്റീസിനെ എം റെസ്റ്റ് 0 എൽ ക്യൂബ് ടി റെസ്റ്റ് 0 പിന്നെ വേണമെങ്കിൽ ബാക്കി എഴുതാം. ഐ റെസ്റ്റ് 0 തീറ്റ റെസ്റ്റ് 0 അതൊക്കെ എഴുതാം നമുക്ക്. പക്ഷേ പ്രധാനമായിട്ട് ഈ മൂന്നെണ്ണം മാത്രം നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. അപ്പോൾ അതിനെന്ത് സംഭവിക്കും? മാസിന്റെ യൂണിറ്റ് എന്താണ്? എം. ഈ വോളിയത്തിന്റെ എൽ ക്യൂബ്. അപ്പോൾ എം ഡിവൈഡ് ബൈ എൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ എം എൽ റേസ്റ്റ് -3. അതാണ്ട് 1 ബൈ എൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എൽ റേസ്റ്റ് -3 ആണ്. ഓക്കെ, അതാണ് നമുക്കിതിനകത്ത് മനസ്സിലാവുന്ന കാര്യം. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് സ്പീഡ് ആകുമ്പോൾ എങ്ങനെ വരും? ഡിസ്റ്റൻസ് ബൈ ടൈം. ആക്സലറേഷൻ ആകുമ്പോൾ വെലോസിറ്റി ബൈ ടൈം. അപ്പം ഡിസ്റ്റൻസ് ബൈ ടൈം ആകുമ്പോഴേക്ക് എല് ലെങ്തിൻ്റെത് ടൈം ബൈ ടൈം ആണ്. അപ്പോൾ ടി റേസ്റ്റ് -1 എന്ന് വിളിക്കും. അതേപോലെ ആക്സലറേഷൻ ആകുമ്പോൾ എന്താ? എൽ ടി റേസ്റ്റ് -1 ആണ് വെലോസിറ്റി. ആ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം അല്ലെങ്കിൽ ഇൻറ്റു 1/t, അതായത് ടി റേസ്റ്റ് -, അതായത് എൽ ടി റേസ്റ്റ് -2 എന്ന് വിളിക്കും. ഓക്കെ, മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സലറേഷൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിനെല്ലാം കൂടെ മാസിന്റെ ഡയമെൻഷൻ കൂടെ വരും. അതായത് എം എൽ ടി റേസ് -1 എന്ന് വരും. എന്തിന്? മൊമെന്റത്തിന്. കാരണം മാസും കൂടെ വന്നു. ആക്സലറേഷൻ ആകുമ്പോഴോ എം എൽ ടി റേസ് -2 എന്ന് വരും. മനസ്സിലായില്ലേ? ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ആണ്, നമുക്ക് യൂണിറ്റ് മീറ്റർ സ്ക്വയർ തന്നെയാണ് വരുന്നത്. ഇവിടെ എൽ ക്യൂബ് ആണ്, മീറ്റർ ക്യൂബ് തന്നെയാണ് വരുന്നത്. അടുത്തത് മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എം എൽ റേസ്റ്റ് -3 നമുക്ക് കിലോഗ്രാം മീറ്റർ റേസ്റ്റ് -3 തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പക്ഷേ ഡയമെൻഷൻ എന്താ? വീണ്ടും നമ്മളെ പഴയ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. യൂണിറ്റ്സ് ലോകത്തുള്ള പല 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 കൺസെപ്റ്റുകൾക്ക് അല്ലെങ്കിൽ പല 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 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡിറൈവ്ഡ് ഫിസിക്കൽ യൂണിറ്റിനും പല പല യൂണിറ്റ് ഉണ്ടാവാം. പക്ഷേ ഡയമെൻഷൻ വരുമ്പോഴത്തേക്ക് ഇത് വെറും 7 എണ്ണത്തിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എപ്പോഴും ഡയമെൻഷൻ ഈ ലോകത്തുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനും ഉണ്ടാവത്തുള്ളൂ. അതാണ് നമ്മുടെ ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്ന കൺസെപ്റ്റ്. പ്രഷർ അറിയാം, വർക്ക് അറിയാം, എനർജി അറിയാം, എല്ലാം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്വന്തമായിട്ട് ഈ 8, 9, 10, 15 സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്ക്. അതിൻ്റെയൊക്കെ എസ് ഐ യൂണിറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എനർജി എന്ന് പറഞ്ഞാൽ ജൂളാണ്, പവർ എന്ന് പറഞ്ഞാൽ വാട്ടാണ്, ഓക്കെ, പ്രഷർ എന്ന് പറഞ്ഞാൽ പാസ്കലാണ്. പക്ഷേ ഡയമെൻഷൻ വരുമ്പോഴത്തേക്ക് എല്ലാത്തിലും എം എല്ലും ചെയ്യും, ഒക്കെ ഒരു 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 കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ഇത് വരുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം പറഞ്ഞു നോക്കാം. ഡയമെൻഷൻ ഇല്ലാത്ത യൂണിറ്റ് ഉള്ള ക്വാണ്ടിറ്റി വല്ലതും ഉണ്ടോ? ഉണ്ട്, ആംഗിൾ. ആംഗിളിനെ നമ്മൾ റേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. കാരണം അത് ലെങ്ത് ബൈ ലെങ്ത്, ആർക്ക് ബൈ റേഡിയസ് ഓർമ്മയുണ്ടോ? ആർക്ക് ബൈ റേഡിയസ് ആണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം ആർക്കും ലെങ്ത് ആണ്, റേഡിയസും ലെങ്ത് ആണ്. സോ എൽ ബൈ എൽ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. ഡയമെൻഷൻ ഉള്ള യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റി വല്ലതും ഉണ്ടോ? ഡയമെൻഷൻ ഉള്ള യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റി വല്ലതും ഉണ്ടോ? അങ്ങനെ ഏകദേശം എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം. ഇനി നമുക്ക് ഒരു തമാശയ്ക്ക് നമുക്ക് ജി എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അതിന്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ? നമുക്ക് ഇക്വേഷൻ അറിയാൻ എങ്ങനെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണലിന്റെ ഫോഴ്സിന്റെ ഫോർമുല എപ്പോഴും നമുക്കറിയാം. എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഈ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മാസസ്. m1 എന്നൊരു മാസ് ഇവിടെ ഉണ്ട്, m2 എന്ന് പറയുന്ന വേറൊരു മാസ് ഇവിടെ ഉണ്ട്. ഇവന്മാര് രണ്ടുപേരുടെ സെന്ററുകൾ തമ്മിൽ 6 എന്നൊരു ഡിസ്റ്റൻസ് ഉണ്ട്. എങ്കിൽ ഇവനിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഇവനിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും എഫ് എന്ന് പറയുന്നതാണ് gm1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ. അപ്പൊ ഇതിനകത്ത് ജി എന്താണെന്ന് മനസ്സിലാക്കണം. എന്തായാലും ഈ ക്വാണ്ടിറ്റി ഡയമെൻഷൻ ഫോഴ്സിന്റെ ഡയമെൻഷൻ ആയെങ്കിലേ പറ്റുള്ളൂ. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ നമുക്കറിയാം? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ഫോഴ്സ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. മാസിന്റെ ഡയമെൻഷൻ എന്താണ്? എം ആണ്. ആക്സലറേഷന്റെ ഡയമെൻഷൻ എൽ
t⁻² ആണ്. അപ്പം ഇതിന്റെ ഡയമെൻഷൻ ml t⁻² എന്ന് വരണം. അപ്പൊ എങ്ങനെ നമുക്ക് ജിയുടെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് എന്താ പറയാ, എം എല്ലാം ഡയമെൻഷൻ ആക്കി മാറ്റുക. ml t⁻² ഈസ് ഈക്വൽ ടു ജി. ഈ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മാസ് ഡയമെൻഷൻ എന്താ? എം തന്നെയാണ്. വീണ്ടും മാസ് ഡയമെൻഷൻ എം തന്നെയാണ്. നമ്മൾ m² എന്ന് വിളിക്കാം. ഡിവൈഡഡ് ബൈ എൽ, റേഡിയസ് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, സോറി റേഡിയസ് അല്ല, ഡിസ്റ്റൻസിന് നമ്മൾ r എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ ഡയമെൻഷൻ തന്നെയാണ്, എൽ തന്നെയാണ്. അത് 2 പ്രാവശ്യം വരുന്നുണ്ട്, l² എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമ്മൾ ജി ഡയമെൻഷൻ വിളിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവുക. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ജി ഈക്വൽ ടു ml t⁻² l² ഡിവൈഡഡ് ബൈ m². അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോവും. എന്താവും? ml³ t⁻². ഇത് എപ്പോഴും ഇപ്പം എൻട്രൻസിനും ഒക്കെ കൂടുതൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ജിയുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി വേറൊരു സംഭവം കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഒരു ക്വാണ്ടിറ്റി അതിനെ പല രീതിക്ക് നമ്മൾ എടുത്താലും അതിന്റെ ഡയമെൻഷൻ ഒന്ന് തന്നെ ആയിരിക്കും എപ്പോഴും. ഉദാഹരണം പറയുകയാണെങ്കിൽ എനർജി എന്ന് പറയുന്ന സാധനം, നമുക്ക് പല ടൈപ്പ് എനർജികൾ അറിയാം. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പിന്നെ ഡയമെൻഷൻ. കൈനറ്റിക് എനർജി എപ്പോഴും പൊട്ടൻഷ്യൽ എനർജിക്ക് ആയിരിക്കില്ല, പക്ഷേ കൈനറ്റിക് എനർജി ഡയമെൻഷൻ എപ്പോഴും എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷനും ഈക്വൽ. അതുപോലെ നമുക്ക് ഐൻസ്റ്റീൻ പറഞ്ഞു തന്ന ഒരു എനർജി ഉണ്ട്, എന്താ? മാസ് എനർജി കൺവേർഷന്റെ ഒരു എനർജി ഫ്രം മാസ്. അതുപോലെ വേറെ ഏതൊക്കെ എനർജി വേണമെങ്കിലും നമുക്ക് എഴുതാം. അതുപോലെ അങ്ങോട്ടുള്ള പല ടൈപ്പ് എനർജികൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം. സ്ട്രെയിൻ എനർജി എഴുതാം. അങ്ങനെ പല ടൈപ്പ് എനർജികൾ നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ എല്ലാം കൂടി ഇപ്പോഴൊന്നും എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 3 എനർജികളുടെ ഡയമെൻഷൻ ഒന്നാണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ½ mv² എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷന്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും. ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി mgh ആണ്, നമുക്കറിയാം അതിന്റെ ഡയമെൻഷൻ. എനർജി ഫ്രം മാസ് ഈക്വൽ ടു mc², ഐൻസ്റ്റീൻ്റെ ആണ്. ഇപ്പൊ ഇവിടെ എമ്മിന്റെ ഡയമെൻഷനും വി ഡയമെൻഷൻ എഴുതിയാലോ? ml⁻⁻1² ഹോൾ². ഇവിടെ ആണെങ്കിലോ മാസിന്റെ ഡയമെൻഷൻ എം തന്നെയാണ്, ജിയുടേത് L⁻². കാരണം എന്താ? ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ L⁻² ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് L വീണ്ടും എഴുതാം. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഡോട്ട് ഇട്ടതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് mc². നേരത്തെ പറഞ്ഞ പോലെ തന്നെ ml⁻⁻1. കാരണം c എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ L⁻⁻1, ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, L⁻⁻. അതിന്റെ സ്ക്വയർ. അപ്പൊ ഇത് ചെയ്താൽ എന്ത് കിട്ടും? ml² t⁻². ഇവിടെ ആണെങ്കിലും ml² t⁻². ഇവിടെ ആണെങ്കിലും ml² t⁻². എങ്ങനെ ഇനി പുതിയ ഒരു എന്തെങ്കിലും ക്വാണ്ടിറ്റിയെ കണ്ടുപിടിച്ച് അതിന്റെ എനർജിയെ കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് ഈ സെയിം സാധനം തന്നെ കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇതാണ് ബേസിക്കലി ഡയമെൻഷന്റെ ഒരു കൺസെപ്റ്റ്. ഡയമെൻഷൻ നമുക്ക് യൂസ് ചെയ്യുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഇക്വേഷൻസിന്റെ കൺസിസ്റ്റന്റ് ആണോ, ഒരാൾ ഒരു പുതിയ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്താൽ അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 2, ഡിറൈവിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമുക്ക് ഒരു ക്വാണ്ടിറ്റി വേറെ 2 ക്വാണ്ടിറ്റിക്ക് അനുസൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡയമെൻഷനും ഇതിന്റെ ഡയമെൻഷൻസും എല്ലാം കൂടെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് വെച്ച് ഇത് കറക്റ്റ് ആക്കി ഡയമെൻഷൻ സെയിം ആയാൽ ഈ റിലേഷൻഷിപ്പ് ശരിയാവും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതാണ് അടുത്ത കാര്യം. അതുപോലെ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിൽ കൺവേർട്ട് ചെയ്യാനും നമുക്ക് യൂണിറ്റ്സ് ഉപയോഗിച്ചോ ഡയമെൻഷൻസ് ഉപയോഗിച്ചോ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് ഡയമെൻഷന്റെ കാര്യം. ഡയമെൻഷൻ എന്നുള്ള സംഗതി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഒരു ചെറിയ ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഉള്ള ഫിസിക്സ് കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ മനസ്സിലാക്കാൻ പാടുള്ളതോ എല്ലാം സിമ്പിളായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ്.